ഇയാൾക്കിനി പൊക്കിളിനകത്ത് ഇതാണെങ്കിൽ മുന്തിരി വെച്ചിട്ട് കടിച്ചെടുക്കണം. ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം, ഇവിടെ സൈഡിൽ വെച്ചേക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും ഒരു ചെറിയൊരു വിഷമം, ഒരു ഫീലിങ്സ് ഉണ്ടാവും. മനസ്സിലായേ? ഞാൻ എന്തായാലും വീട്ടിൽ തന്നെ ഇരിക്കും ഒരു പണിക്കും പറഞ്ഞത്. നീയും നിന്റെ കൂട്ടുകാരൻ ഡാനിയും കൂടെ കിട്ടുന്ന പൈസ ആയിരുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്ത പൈസ ആയിരുന്നു, എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ കുഞ്ഞിനും കൂടെ നീ ചെലവിന് താ, ഞാൻ ഇരിക്കാം. എന്തായാലും എനിക്കും കെട്ടിയവനില്ലല്ലോ, മരിച്ചു പോകും. അപ്പം നീ കൊണ്ട് ചെലവിന് താ, ഞാൻ വീട്ടിലിരിക്കാം. പിന്നെ എന്നെ അനുകൂലിച്ച് പറയുന്നതുകൊണ്ടാണല്ലോ നീ ഈ സജിന ചേച്ചിനെ ശ്രീധുവിനൊക്കെ എടുത്തിട്ട് ഏറെ കയറ്റുന്നത്. എടാ അവരെങ്കിലും വേണ്ടേടാ സത്യം മനസ്സിലാക്കി സംസാരിക്കാൻ. എന്തുവാടേ ഒരു വിധവയായിട്ടുള്ള സ്ത്രീ ജീവിച്ച പോട്ടടേ എങ്ങനെയും അല്ലേ? എന്തുകൊണ്ടാണ് എല്ലാവരും ഈ രേണുസുധീനെ ടാർഗറ്റ് ചെയ്യുന്നതെന്നാണ് നമുക്കറിയാൻ വയ്യാത്തത്. നമ്മൾ ഒരുപാട് ചിന്തിച്ചു നോക്കുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു മനുഷ്യ സ്ത്രീയാണ്, മനസ്സിലായ? എന്തിനാടാ നീയൊക്കെ ഇങ്ങനിട്ട് ഒരു ഇച്ചിരി പൈസയ്ക്ക് വേണ്ടി, അതായത് ഈ ബീബി ഉണ്ടല്ലോ ഷഫീന എന്ന് പറഞ്ഞ തീർത്താത്ത, ഇവർക്ക് എന്തോ വ്യക്തിവൈരാഗ്യമുണ്ട് രേണുവിൻ്റെ അടുത്ത്. അത് വ്യക്തിവൈരാഗ്യം എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞുതരാം കാര്യം. രേണുവിനെ പറ്റി പറഞ്ഞെങ്കിലേ ഇപ്പം 10 രൂപ ഉണ്ടാക്കാൻ പറ്റും തീർത്താത്തയ്ക്ക്. അപ്പോൾ ഇവരതിന് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് രേണുവിനെതിരെ ഇവള് സംസാരിക്കുന്നത്. ആരാ? ഈ തെറുത്താത്ത. അത് കഴിഞ്ഞിട്ട് ഇവനുണ്ട് മറ്റേ ഇവർ തന്നെ ഈ കിച്ചു എന്ന് പറയുന്ന പയ്യൻ, ഈ സുധിയുടെ മകനെ ഈ തെറുത്താത്ത പൈസ കൊടുത്തിട്ട് വശീകരിച്ച് കൊണ്ടുവന്ന് നിർത്തി വീട്ടിൽ ഇരുത്തിട്ട് വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ കണ്ട. അപ്പോൾ ഇവിടെ എത്രയോ പേരിങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് നടക്കുന്നത്, അവരുടെ ആരെയും വീട്ടിൽ പോകുന്നില്ല. ഈ കൊല്ലം സുധി നമ്മുടെ കൊമേഡിയനായ സുധിയുടെ വൈഫ്, സുധി മരിച്ചുപോയി പാവം. അപ്പോൾ ഇവർക്ക് എങ്ങനെയും ജീവിക്കണ്ടേ, മനസ്സിലായോ? ഈ രേണുവിന് ഭർത്താവില്ലാതെ ജീവിക്കണം. അപ്പോൾ സിനിമ ഫീൽഡ് അല്ലെങ്കിൽ ഈ ഇതണക്കുള്ള ഫീൽഡൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ അഭിനയിച്ചിക്കേ പറ്റത്തുള്ളൂ, മനസ്സിലായേ? അപ്പോൾ ഇതിനൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് നെഗറ്റീവ് സൈഡും ഉണ്ട്, പോസിറ്റീവ് സൈഡും ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അത് മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനത്തുള്ള ഇൻറ്റിമസി ഉള്ള സീനുകൾ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയറക്ടർ ഇപ്പം അടുത്ത് ഓടിക്കൂടിയുണ്ടായി, മനസ്സിലായോ? അപ്പോൾ ആ അവസരത്തിൽ രേണു അത് അതിശക്തമായിട്ട് എതിർത്തു. രേണുവിന് മനസ്സിലായി ഇത് സംഭവത്തിൻ്റെ പോക്കത്ര ശരിയല്ല. ആദ്യം മറ്റേ ഷോർട്ട് ഫിലിം എടുത്ത് അതൊക്കെ ഓക്കെ. ഇപ്പം രണ്ടാമത് ഇയാൾ വന്നിട്ട് എടുത്തത് ഷോർട്ട് ഫിലിമിനകത്ത് ഇയാൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇയാൾക്കിനി പൊക്കിളിനകത്ത് ഇതാണെങ്കിൽ മുന്തിരി വെച്ചിട്ട് കടിച്ചെടുക്കണം, ആ ഒരു സെറ്റപ്പിലുള്ള ഡയലോഗുകൾ. പിന്നെ ഇയാൾക്ക് ലിപ് ലോക്ക് ചെയ്യണം, പിന്നെ ബിക്കിനിയൊക്കെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ട് ഇതൊക്കെ ഇട്ടിട്ടെന്ന് അഭിനയിക്കണം. ഇവന് വേറെന്തോ ആണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഇവൻ്റെ പെണ്ണും പിള്ളയും കൂടെ ചേർന്ന് രേണുവിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. തെറുത്താത്ത ഉൾപ്പെടെയുള്ള അവരെ ഈ പൈസ മേടിച്ചിട്ട് ഈ ഇങ്ങനത്തുള്ള കണ്ടന്റ് ചെയ്തിട്ട് വീഡിയോ എടുത്ത് പബ്ലിക്കിൽ, അതായത് ഏതെങ്കിലും പ്രോൺ സൈറ്റിലിട്ടിട്ട് രേണുവിനെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ഒരു പ്രവണതയായിരുന്നു നമ്മൾ കണ്ടത്, മനസ്സിലായോ? അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഈ അതുലിനെ പറ്റി സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ കാണിക്കുന്നത് മഹാ ചെറ്റത്തരമെന്ന് പറയാൻ പറ്റും. ഈ തന്തയില്ലായ്മ എന്ന് അവനെ ഇതിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതുൽ വ്ളോഗിനെ പറ്റിയാണ് പറയുന്നത്. വെറും തന്തയില്ലായ്മ എന്ന് പറയാൻ തന്തയില്ലായ്മ. വിത്തൗട്ട് ഫാദർലെസ് ജോബ് ഹീസ് ഡൂയിങ്. ഒരു ആ വ്യക്തിയുടെ ആള് പോകുന്നത്. അപ്പോൾ അവർ പോയിട്ട് നമ്മൾ സംസാരിക്കും. അപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു സ്വാതന്ത്ര്യമാണല്ലോ നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ അതിൽ സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതൊരു പ്രൈവസിയാണ്. അതിനകത്തിട്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇവർ പൈസ കൊടുത്ത് കാണുന്ന കണ്ടൻസാണ്. അഡൽട്ട് കണ്ടൻസ് ആയിക്കോട്ടെ, എന്ത് ആയിക്കോട്ടെ. ഇത് സബ്സ്ക്രിപ്ഷൻ വെച്ചേക്കുന്ന മൂഞ്ചാനല്ല, രേണുസുധി മാത്രമല്ല സബ്സ്ക്രിപ്ഷൻ വെച്ചേക്കുന്നത്, പലരും വെച്ചിട്ടുണ്ട്. പല ആൾക്കാരും ഇത്ര അടിപൊളി ഡീസൻ്റായിട്ടൊക്കെ ഇടുന്ന വീഡിയോകൾ ഇടുന്നവരും സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ട് അതിൽ ചാലും വയറും പൊക്കിളും സാധനം എല്ലാം കാണിക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഈ രേണുവിനെ മാത്രം നീയൊക്കെ വന്നിരുന്ന് കുറ്റം പറയുകയും രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷനിൽ കിടക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് നീ പബ്ലിക്കാക്കുകയൊക്കെ ചെയ്യുമ്പം
നിന്നെയൊക്കെ വിളിക്കേണ്ടത് തന്തയില്ലാത്തവനെന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. കാരണം ഇന്നലത്തെ വാർത്തയിൽ നമ്മൾ കണ്ടു ഹൈക്കോടതി വിധി, തന്തയില്ലാത്തവനെന്ന് വിളിക്കുന്നത് അതൊരു തെറ്റല്ലായിരുന്നു. അപ്പോൾ എടാ തന്തയില്ലാത്തവനെ, നീ കാണിച്ചത് വളരെ പോക്കൃത്തരം തന്നെയാണ് കേട്ടാ. അതിൽ വ്ളോഗിനോടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു വേറൊരു